ഉത്തര കൊറിയയിൽ അമേരിക്ക നടത്തിയ ഒരു ഓപ്പറേഷൻ പാളിപ്പോയി എന്ന് കേൾക്കുന്നല്ലോ. ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇത് എന്താണെന്ന് വെച്ചാൽ ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു വിവരമാണ്. ഈ ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിൽ പോയിട്ട് വകവരുത്തിയ US സീൽ യൂണിറ്റ് ഉണ്ടല്ലോ, 6th യൂണിറ്റ് എന്ന് പറയും, അവരെ ഒരു ഉത്തര കൊറിയയിൽ ഒരു ദൗത്യം ഏൽപ്പിച്ചിരുന്നു. കിം നടത്തുന്ന സംഭാഷണങ്ങളൊക്കെ പിടിച്ചെടുക്കാനുള്ള ഒരു ഉപകരണം അവിടെ ഒരു സൂക്ഷ്മ അന്തർവാഹിനിയിൽ സ്ഥാപിക്കുക എന്നുള്ള ദൗത്യമായിരുന്നു അവരുടേത്. ആ ദൗത്യം പാളിയത് എന്താണെന്ന് വെച്ചാൽ, ഇവർ പാതിരയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കടൽ തീരത്ത് അന്തർവാഹിനിയിൽ പോയി. അന്തർവാഹിനിയിൽ നിന്ന് ചില സൂക്ഷ്മ അന്തർവാഹിനി പോലുള്ള സംഗതികളൊക്കെ വെച്ച് അതിൻ്റെ അകത്ത് ഒരു ഡിവൈസ് ഉപകരണം പ്ലാൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷേ ആ സമയത്ത് ഒരു മത്സ്യബന്ധന ബോട്ട് ആ വഴി വന്നു. ആ മത്സ്യബന്ധന ബോട്ടിലെ ആളുകളെ ഈ യൂണിറ്റ് വെടിവെച്ച് കൊന്നു. എന്ന് പറഞ്ഞാൽ നിരായുധരായ കൊറിയക്കാരെ അമേരിക്ക ഈ ട്രംപ് പറഞ്ഞിട്ട് വെടിവെച്ച് കൊന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. അപ്പോൾ ഇതൊരു രഹസ്യ ദൗത്യം ആണ്. അമേരിക്കയുടെ സീൽ യൂണിറ്റ്, അതായത് നാവിക യൂണിറ്റ്, അവരുടെ ദൗത്യമായിരുന്നു. ട്രംപിൻ്റെ ആദ്യത്തെ ഊഴത്തിൽ 2018 വന്ന് 2019 ട്രംപ് ഇത് ഇങ്ങനത്തെ ഒരു ദൗത്യമായതുകൊണ്ട് ട്രംപ് വ്യക്തിപരമായി തന്നെ ഇത് അനുവാദം കൊടുക്കണമായിരുന്നു. അങ്ങനെ അനുവാദം കൊടുത്തതാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ ചാരസംഘടനകൾക്ക് കിം ജോങ് ഉന്നിൻ്റെ സംഭാഷണങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ദൗത്യമായിരുന്നു. ഇതിൻ്റെ അകത്ത് റിസ്ക് ഉണ്ടല്ലോ, കാരണം ഈ യൂണിറ്റിലെ അംഗങ്ങൾ തന്നെ മരിച്ചു പോകാം. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഉള്ളത് കൊണ്ടാണ് പ്രസിഡൻറ്റിൻ്റെ നേരിട്ടുള്ള അനുമതി ആവശ്യമായി വന്നിരുന്നത്. സീൽ ടീം 6 എന്ന് പറയുന്ന ദൗത്യ സംഘമാണ് പോയത്. സീൽ ടീം 6ൻ്റെ റെഡ് സ്ക്വാഡ്രൺ ആണ് പോയിരുന്നത്. മാസങ്ങളോളം ഇങ്ങനൊരു ദൗത്യമായതുകൊണ്ട് മാസങ്ങൾ നീണ്ട റിഹേഴ്സൽ ഇതിനു വേണ്ടി നടന്നിരുന്നു. ആ കൊറിയൻ തീരത്ത് അന്തർവാഹിനിയിൽ ഇവർ പോയി. അതിൽ നിന്ന് സൂക്ഷ്മ അന്തർവാഹിനികൾ ഉണ്ടായിരുന്നു, ചെറിയ മിനിയേച്ചർ അന്തർവാഹിനികൾ. അപ്പോൾ കമാൻഡോകൾ അത് കടലിൽ കൂടി നീന്തി ഈ സൂക്ഷ്മ അന്തർവാഹിനികൾ പോലുള്ള ഉപകരണങ്ങൾ തീരങ്ങളിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. ആ സമയത്താണ് ഒരു ചെറിയ ബോട്ട് അതുവഴി വന്നത്. കമാൻഡോകൾ ഉടനെ ബോട്ടിലേക്ക് വെടിവെച്ചു. ഈ ഷെൽ ഫിഷ് ഉണ്ടല്ലോ കടലിലെ, അത് മുങ്ങി പിടിക്കുന്ന മത്സ്യ തൊഴിലാളികളായിരുന്നു. അത് ഷെൽ ഫിഷ് മുങ്ങി എടുക്കുന്നവരെ കത്തമായിരുന്നു. അവരെയാണ് കൊന്നുകളഞ്ഞത്. ദൗത്യം അതോടുകൂടി ഉപേക്ഷിക്കേണ്ടി വന്നു. അന്തർവാഹിനികൾ മടങ്ങി, ഈ അന്തർവാഹിനി ഇവർ വന്നവർ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. ഈ സംഭവത്തിനെ പറ്റി കൊറിയ ഒന്നും പറഞ്ഞിട്ടില്ല, അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, കാരണം ആ ഭാഗത്ത് സൈനിക ആക്ടിവിറ്റി പിന്നീട് കൂടുതലായിട്ടാണ് കണ്ടിരുന്നത്. കൂടുതൽ പട്ടാളക്കാർ ആ മേഖലയിൽ വരുന്നതായിട്ടൊക്കെ പട്രോൾ ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടിരുന്നു. വൈറ്റ് ഹൗസും ആ കാലത്ത് ഇതിനെപ്പറ്റി മൗനം പാലിച്ചിരുന്നു. സാധാരണഗതിയിൽ അവിടുത്തെ കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട 5-8 പേരോടൊക്കെ നേരത്തെ പറഞ്ഞിട്ട് വേണം ഇങ്ങനത്തെ ഒരു ദൗത്യം നടത്താൻ. ദൗത്യത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതും അവരോട് പറയണം. പക്ഷേ ട്രംപ് ആരോടും ഒന്നും പറയാതെയാണ് ഇത് ചെയ്തത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് അവിടുത്തെ ഫെഡറൽ നിയമത്തിൻ്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത്. ആരെയും അറിയിക്കാതെ രഹസ്യമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് നിർഭാഗ്യവശാൽ നടന്നത് ട്രംപ് ഈ കിമ്മുമായി സമാധാന ചർച്ചകൾ മുന്നോട്ട് നീങ്ങുന്ന സമയത്താണ് ഇത് നടന്നത്. അതുകൊണ്ടായിരിക്കും ഈ സമാധാന ചർച്ചകളൊക്കെ പിന്നെ അലസിപ്പോയത്. അപ്പോൾ നോർത്ത് കൊറിയയിൽ കാലുകുത്തുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു ആ സമയത്ത് ട്രംപ്. അപ്പോൾ അവർ വീണ്ടും മിസൈൽ പരീക്ഷണങ്ങൾക്ക് പോവുകയാണ് ചെയ്തത്, ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുമൊക്കെ.
അപ്പോൾ ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ഇന്നലെ ചോദിക്കുമ്പോൾ ട്രംപ് പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ സംഭവത്തിനെ പറ്റിയൊന്നും അറിയില്ല, ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായതായിട്ട് അറിയില്ല, നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമെന്നാണ് ട്രംപ് ഇന്നലെ ചോദിച്ചത്. അപ്പോൾ 2 ഡസൻ ആളുകളോട് സംസാരിച്ചിട്ടാണ് ന്യൂയോർക്ക് ടൈംസ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ബോട്ടിൽ 2-3 പേരാണ് ഉണ്ടായിരുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. ആണവോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനിയിലാണ് ഈ സീൽ നാവിക സംഘം പോയതെന്ന് പറഞ്ഞിട്ടുണ്ട്. മുൻപ് ഒസാമ ബിൻ ലാദനെ 2011 കൊന്ന ആ യൂണിറ്റാണ് അവർ പാതിര ആ സമയത്താണ് പോയത്. എന്നിട്ട് ഈ ബോട്ടിലുള്ള മത്സ്യത്തൊഴിലാളികളെ കൊന്നിട്ട് ജഡങ്ങൾ വെള്ളത്തിലേക്ക് ഇട്ടു. എന്നിട്ട് ജഡങ്ങൾ പൊങ്ങി വരാതിരിക്കാൻ അവരുടെ ശ്വാസകോശം കത്തി കൊണ്ട് കുത്തി വേർപെടുത്തി ശ്വാസകോശങ്ങൾ. അങ്ങനെയാണ് മുക്കിക്കളഞ്ഞത്. ജഡം നന്നായിട്ട് മുങ്ങാൻ വേണ്ടി, പൊങ്ങി വരാതിരിക്കാനും വേണ്ടി. 1980 ഈ ടീം 6 എന്ന് പറഞ്ഞ ഈ സീൽ ടീം പ്രത്യേക ദൗത്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്. 2017 ട്രംപ് കൊറിയയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, നശിപ്പിച്ചു കളയും. ചെറിയ തരം വളരെ സൂക്ഷ്മമായ ആണവായുധങ്ങൾ ഉത്തര കൊറിയ വികസിപ്പിച്ചു എന്നറിഞ്ഞപ്പോഴാണ് ട്രംപ് നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞത്. പിന്നെ കിമ്മുമായിട്ട് കുറേ കത്ത് ഇടപാട് നടന്നിരുന്നു. 2018 2019 ഉച്ചകോടികൾ നടന്നു. ബൈഡൻ പിന്നീട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് കൊറിയയായിട്ട് സംഭാഷണത്തൊന്നും പോയില്ല, സൗത്ത് കൊറിയയുമായിട്ട് അടുപ്പമുണ്ടാക്കി, പിന്നെ ജപ്പാനുമായിട്ടും അടുപ്പമുണ്ടാക്കി. ബൈഡൻ്റെ കാലത്ത് നയം മാറി, അല്ലാതെ കിമ്മുമായിട്ടുള്ള ഉച്ചകോടിക്കോ സമാധാന ചർച്ചകൾക്കോ ഒന്നും പോയില്ല. എന്തായാലും ഈ അതിശയിപ്പിക്കുന്ന ഒരു കഥയാണ്. സാധാരണ സീലിൻ്റെ എല്ലാ ഓപ്പറേഷനുകളും വിജയമാവാറാണ് പതിവ്. ഇവിടെ പരാജയപ്പെടുകയും ചെയ്തു, അതിപ്പോൾ പുറത്തു വരികയും ചെയ്തു. അമേരിക്കയ്ക്ക് ശരിക്കും ഇതൊരു നാണക്കേടല്ലേ? അതായത് ഈ ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് അവിടുത്തെ ഫെഡറൽ ലോ അനുസരിച്ചിട്ട് ഇത് ആ കോൺഗ്രസ്സിലെ മുതിർന്ന 4-5 പേരോടെങ്കിലും ഇത് പങ്കുവെക്കണം, നമ്മളിങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം മുമ്പത്തെ ഓപ്പറേഷൻസൊക്കെ അങ്ങനെ അറിഞ്ഞാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നീടാണെങ്കിലും കോൺഗ്രസിൻ്റെ അനുമതി ഇതിന് കിട്ടും, അക്നോളജ് ചെയ്യുമല്ലോ, എൻഡോഴ്സ് ചെയ്യും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇത് ട്രംപ് രഹസ്യമായി ഇങ്ങനത്തെ ഒരു ദൗത്യത്തിന് അനുവാദം കൊടുക്കുകയാണ്. ആ സമയത്ത് സംസാരിക്കേണ്ട ആളുകളോടൊന്നും സംസാരിച്ചില്ല. പിന്നെ അതിലുള്ള കുഴപ്പം, നിരായുധരായ ആളുകളെ വേറൊരു രാജ്യത്ത് പോയി നിരായുധരായ ആളുകളെ വെടിവെച്ച് കൊന്നു. അങ്ങനെ ഇപ്പോൾ ട്രംപിനെതിരെ ധാരാളം നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടല്ലോ. ആ ജെഫ്രി എപ്സ്റ്റീൻ സംഭവം, ആ എപ്സ്റ്റീൻ സംഭവത്തിൽ ഒരു അതിജീവിത, പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആയിരുന്നു അവർ, നേരത്തെ അവരുടെ പേരൊന്നും പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു അതിജീവിത രംഗത്ത് വന്നിട്ടുണ്ട്. വേറെ അതിജീവിതകളും പത്രസമ്മേളനങ്ങളും നടത്തിയിരുന്നു. അപ്പോൾ ട്രംപിനെതിരായ പല സന്നാഹങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അമേരിക്കയിൽ. ട്രംപിനെതിരെ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഈ തീരുവ പ്രയോഗിച്ചതിനെ തുടർന്ന് പല ആളുകൾ ട്രംപിനെതിരെ അല്ലേ, പഴയ എക്കണോമിസ്റ്റ്, പഴയ സുരക്ഷ ജോൺ ബോൾട്ടൺ, മുമ്പ് സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന അദ്ദേഹം, ജൂത സംഘങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ് ജോൺ ബോൾട്ടൺ. ഇങ്ങനെ ഇന്നലെ വേറെ എക്കണോമിസ്റ്റുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രംപിനെതിരെ ഒരു സന്നാഹം അവിടെ ഉയരുമ്പോൾ ട്രംപ് നേരത്തെ ചെയ്ത ഒരു ശരികേട് അത് തുറന്നു പറയുന്ന ഒരു റിപ്പോർട്ടാണ് ഈ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.